പ്രിയമുള്ളവരെ, കോവിഡ് ബാധിച്ചു. ചെറിയ രൂപത്തിലല്ല, അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെ ബാധിച്ചു. 1-2 ദിവസങ്ങൾ എനിക്ക് നല്ല പനിയായിരുന്നു. എൻ്റെ പനി അവർക്ക് 2 പേർക്കും പെട്ടെന്ന് കിട്ടി. അവൾക്കും മോനും പനി വന്നു. അങ്ങനെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവ് ആണെന്നറിഞ്ഞു. വീട്ടിലേക്ക് വന്നിട്ട് ക്വാറൻറ്റൈനിലായി. ശരീരത്തിന് വല്ലാത്ത തളർച്ചയായിരുന്നു, എനിക്കും അവൾക്കും. മോന് വലിയൊരു ക്ഷീണമൊന്നും വന്നില്ല. അവന് സാധാരണ വരുന്ന പനി പോലും വന്നില്ല. പെട്ടെന്ന് സുഖമായി. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല തളർച്ചയും ക്ഷീണവും വന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, രുചിയും മണവും ഇല്ലാതായി. കംപ്ലീറ്റ്ലി ഇല്ലാതായി. നമ്മൾ സാധാരണ പറയാറില്ലേ, പച്ചവെള്ളത്തിന് രുചിയില്ല എന്നൊക്കെ. പച്ചവെള്ളത്തിന് പോലൊരു രുചിയുണ്ട് എന്ന് അറിയുന്നത് ആ രുചി കിട്ടാതാവുമ്പോഴാണ്. എല്ലാ മണവും ഇല്ലാതായി. എല്ലാ രുചിയും അടഞ്ഞുപോയി. മുമ്പാരോ ചോദിച്ചിരുന്നു, എപ്പോഴാണ് ഏറ്റവും സന്തോഷിക്കാറുള്ളത്? എഴുതുമ്പോഴാണോ, വായിക്കുമ്പോഴാണോ, പ്രസംഗിക്കുമ്പോഴാണോ എന്നൊക്കെ. ശരിക്കും ആത്മാർത്ഥമായ ഉത്തരം ഭക്ഷണം കഴിക്കുമ്പോഴെന്നാണ്. കാരണം അത്രയേറെ ആസ്വദിച്ചും ആനന്ദിച്ചും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു വികാരവുമില്ലാതെ ചെയ്യേണ്ടി വന്നു. എല്ലാ രസവും അടഞ്ഞുപോയി. ഒന്നും അറിയാതായി. എത്രയേറെ അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മളിങ്ങനെ ഓരോ നിമിഷവും കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലും 1-2 അനുഗ്രഹങ്ങൾ ഇങ്ങനെ അടഞ്ഞു പോകുമ്പോഴാണ്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാലൊന്ന് വെച്ചു കുത്തുമ്പോഴാണല്ലോ എത്ര ദൂരം നടന്നു എന്നും ഇനി എത്ര ദൂരം നടക്കാനുണ്ട് എന്നും ആലോചിക്കുക. അതുപോലെ ഒരു ഘട്ടമായിട്ടാണ്, കാലമായിട്ടാണ് കോവിഡ് കാലം എനിക്ക് അനുഭവപ്പെട്ടത്. കുറച്ച് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി, പുതിയ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റി, മനസ്സിന് ഒരു ഇടവേള കൊടുത്ത് ഒന്ന് പാകപ്പെടുത്താൻ പറ്റി. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് GR ഇന്ദുകോപൻ എഴുതിയിട്ടുള്ള വിലായത്ത് ബുദ്ധ എന്ന പുസ്തകമാണ്. മറ്റൊന്ന് തമിഴിലെ പ്രശസ്തനായ കവി വൈരമുത്തുവിൻ്റെ ഒരു മലയാള പരിഭാഷയാണ്, ചെറുതുനേരം മനിതനായി ഇരുന്നവൻ. മറ്റൊരു പുസ്തകം ദലൈലാമയുടെ ആത്മകഥാപരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ 3 പുസ്തകങ്ങൾ ആണ് വായിച്ച കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടവും രസവുമൊക്കെ ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, കോവിഡ് അത്ര എളുപ്പമല്ല. ഒന്ന് വന്നു പോകട്ടെ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും അത് പിടിക്കുന്നത് പോലെ പിടിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക, സദാസമയവും ജാഗ്രതയുള്ളവരാവുക. താങ്ക് യു.